നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. പന്തീരങ്കാവിൽ ടിപ്പർ ലോറി തലയിലൂടെ കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണ തൊഴിലാളിയായ ബീഹാർ സ്വദേശി സനികേഷ് കുമാറാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. പന്തീരങ്കാവ് ബൈപ്പാസ് ജംഗ്ഷന് സമീപം മേൽപ്പാലത്തിന്റെ ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു സനികേഷ് കുമാർ. മേൽപ്പാലത്തിലേക്ക് മണ്ണ് കൊണ്ടുവരികയായിരുന്ന ടിപ്പർ ലോറി ഈ ഭാഗത്ത് വെച്ച് പിറകിലേക്കെടുത്തപ്പോൾ സനികേഷിന്റെ തലയിലും ശരീരത്തും കയറി ഇറങ്ങുകയായിരുന്നു. അപകടത്തിൽ യുവാവ് തൽക്ഷണം മരിച്ചു. പന്തീരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാപാരി കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. വെഞ്ഞാറമൂട് വയ്യേറ്റ് ചെങ്ങാതി ഹോട്ടലിന് സമീപം പ്രൊവിഷൻ സ്റ്റോർ നടത്തിയിരുന്ന ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണനെ കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഞ്ചൽ സ്വദേശിയായ ഉണ്ണികൃഷ്ണനും കുടുംബവും വർഷങ്ങളായി വെഞ്ഞാറമൂട്ടിലാണ് താമസം. ഇന്ന് പുലർച്ചെ 5 മണിക്ക് കട തുറക്കുന്നതിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. സമീപത്തെ കച്ചവടക്കാർ ഷട്ടർ പകുതി തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഉണ്ണികൃഷ്ണനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. ക്രെയിനിടിച്ച് വയോധികന് ദാരുണാന്ത്യം. കടപ്പാട്ടൂർ സ്വദേശി ഔസേപ്പച്ചനാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഔസേപ്പച്ചന്റെ തലയിൽ ചക്രങ്ങൾ കയറിയിറങ്ങി. കോട്ടയം കടപ്പാട്ടൂർ ബൈപ്പാസിൽ ഗ്രാമീണം സ്വാശ്രയ സംഘത്തിന് മുന്നിൽ ഇന്ന് രാവിലെ 8:15 അപകടമുണ്ടായത്. ചായ കുടിച്ച് വീട്ടിലേക്ക് നടന്നു പോകവെയാണ് ഔസേപ്പച്ചനെ ക്രെയിൻ ഇടിച്ചത്. പാലാ പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി റോഡും വാഹനത്തിന്റെ ടയറുകളും ശുചിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കിടങ്ങൂരിൽ നിയന്ത്രണം വിട്ട കാർ 3 പേരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. കിടങ്ങൂർ കൂടല്ലൂർ സെന്റ് മേരീസ് പള്ളി പരിസരത്താണ് അപകടം നടന്നത്. പുന്നത്തുറ സ്വദേശി ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത്. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെയായിരുന്നു അപകടം. പരിക്കേറ്റ 3 പേരിൽ ഒരാൾ മെഡിക്കൽ കോളേജിലും ഒരാൾ തെല്ലകത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഒരാളുടേത് നിസ്സാര പരിക്കാണ്. വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം സ്വദേശി സാറാമ്മയാണ് മരിച്ചത്. തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 3:45ഓടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്താണ് അമ്മ കൊല്ലപ്പെട്ടതായി അറിഞ്ഞത്. ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിളിലിരുന്ന സാറാമ്മയെ പിന്നിൽ നിന്ന് മാരകായുധം വെച്ച് അടിച്ചുവെന്നാണ് കരുതുന്നത്. സ്ഥലത്ത് മഞ്ഞപ്പൊടി വിതറിയിട്ടുണ്ട്. സാറാമ്മ ധരിച്ചിരുന്ന 4 വളകളും സ്വർണ്ണമാലയും നഷ്ടപ്പെട്ടതായാണ് ബന്ധുക്കൾ പറയുന്നത്. മൈലപ്ര സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. ഷാജി ജോർജിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. മൈലപ്ര സഹകരണ ബാങ്കിന്റെ പേരിൽ വാണിജ്യ ബാങ്കിൽ ഉണ്ടായിരുന്ന 2 കോടിയോളം രൂപ പിൻവലിച്ചതിനും വിനിയോഗിച്ചതിനും രേഖയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കോടികളുടെ ക്രമക്കേട് നടന്ന മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിലാണ് പുതിയൊരു പരാതി കൂടി വരുന്നത്. ബാങ്കിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി അറിയാതെ തുക പിൻവലിച്ച് കണക്കിൽ വരവ് വയ്ക്കാതെ വിനിയോഗിച്ചുവെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. 2022 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഷാജി ജോർജാണ് ബാങ്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത്. മൈലപ്ര സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മനും ഷാജി ജോർജിനെതിരെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 2020 തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു. കിഴക്കമ്പലത്ത് തുടങ്ങിയ മെഡിക്കൽ സ്റ്റോറാണ് കളക്ടർ അടപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രഥമദൃഷ്ട്യാ പെരുമാറ്റച്ചട്ടലംഘനം നടന്നതായി ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തിയിട്ടുണ്ട്. 80% വിലക്കുറവിൽ മരുന്ന് ലഭ്യമാവുമെന്ന് പറഞ്ഞാണ് 2020 കിഴക്കമ്പലത്ത് മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി 2 പേരാണ് പരാതി നൽകിയത്. മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം സംബന്ധിച്ച് സാബു ജേക്കബ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാനും കളക്ടർ നിർദ്ദേശം നൽകി.
2.5 വയസ്സുകാരുടെ മരണം മർദ്ദനത്തെ തുടർന്ന്. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. തലയിൽ അടിയേറ്റ് രക്തം കട്ട പിടിച്ചിരുന്നുവെന്നും വാരിയെല്ല് പൊട്ടിയിരുന്നതായും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. ഉദയംപൊയ്കയിൽ സ്വദേശി മുഹമ്മദ് ഫായിസ് മകൾ ഫാത്തിമ നസ്റിനെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മയും ബന്ധുക്കളും ആരോപിച്ചത്. ബോധരഹിതയായ കുഞ്ഞിനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് പിതാവ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗവർണറെ കണ്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ. കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അദ്ദേഹം ഗവർണറോട് പങ്കുവച്ചു. കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്തത് അടക്കം നിർണായകമായ തീരുമാനങ്ങൾ എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണറെ രാജ്ഭവനിലെത്തി ജയപ്രകാശ് സന്ദർശിച്ചത്. മകന് നീതി ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെട്ടു. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദ് ചെയ്യാൻ VCക്ക് നിർദ്ദേശം നൽകിയ ഗവർണർക്ക് ജയപ്രകാശ് നന്ദി അറിയിക്കുകയും ചെയ്തു.